അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസിൽ ഗഫാർ മുകവ്വിർ ലൈലി അലൻ നഹാർ മാഷാ അല്ലാഹു കാൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وأصحابه الطيبين الطاهرين. أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും സഗൗരവം വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നോമ്പുകാരെ പ്രവേശിപ്പിക്കുന്ന റയ്യാൻ കവാടത്തിലൂടെ സ്വർഗപ്രവേശനം ലഭ്യമാകുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, ബന്ധുക്കൾക്ക് അള്ളാഹു നരകമുക്തി ലഭ്യമാക്കുന്നവരിൽ നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ കൊണ്ട് സംസ്കരിക്കപ്പെട്ട ഒരു സമുദായമാണ് മുസ്ലിം ഉമ്മത്ത്. ഖുർആൻ കൊണ്ട് സംസ്കരിക്കപ്പെടുന്നില്ലെങ്കിൽ ആ സമൂഹം പിന്നെ ഒരിക്കലും സംസ്കരിക്കാൻ യാതൊരു വഴിയുമില്ല. ഇമാം മാലിക് റഹ്മഹുല്ല തൻ്റെ മുവത്തയിൽ പറഞ്ഞു: ലാ യുസ്ലിഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹ. പൂർവിക സമൂഹം നന്നായത് എന്തുകൊണ്ടാണോ അതുകൊണ്ടല്ലാതെ ഈ അവസാന സമൂഹവും നന്നാവുകയില്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസം, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഈ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിരുന്നാണ്, നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന വിരുന്ന് സൽക്കാരമാണ്. ഇമാം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, മുൻഗാമികളായ ആളുകൾ ഖുർആനെ മനസ്സിലാക്കിയത് ഇന്നമൻ കാന ഖബ്ലക്കും റഅഉൽ ഖുർആൻ, മുൻഗാമികളായ സഹാബത്ത് ഖുർആനെ മനസ്സിലാക്കിയത് റസായിലും മിർ റബ്ബിഹിം, അവിടെ റബ്ബ് നമുക്കുള്ള കത്താണ്, റബ്ബ് നമുക്ക് അയച്ച കത്താണ് ഈ ഖുർആൻ എന്നാണ് സഹാബത്ത് മനസ്സിലാക്കിയത് എന്ന് ഇമാം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറയാം. എന്നിട്ടോ അതുകൊണ്ട് അവരെന്താ ചെയ്തത്? അള്ളാഹിന്റെ കത്ത് ഫക്കാനു യതദബ്ബറൂനഹാ ബില്ലൈൽ, അവർ രാത്രിയിൽ ഉറക്കമൊഴിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ തദബ്ബുർ ചെയ്യും. തദബ്ബുർ ചെയ്യാന്നാൽ ഹിഫ്ലാക്കുക എന്നല്ല, അർത്ഥമറിഞ്ഞ് ആഴമറിഞ്ഞ് അതവർ പഠിക്കും രാത്രിയിൽ. എന്നിട്ടോ വയൻഫിദൂനഹ ബിന്നഹാർ, പകൽ അത് ജീവിതത്തിൽ പകർത്തും. പഠിച്ച ആയത്തുകൾ, രാത്രി ആയത്തുകൾ പഠിച്ച് അതിൻ്റെ ആഴവും ആശയവും പഠിച്ച് മനസ്സിലാക്കി പകലിൽ ആ ആയത്തുകൾ അവരുടെ ജീവിതത്തിൽ അവർ പകർത്തും. നമ്മൾ ഒരു ആയത്തെങ്കിലും പകർത്തിയോ എന്ന് പരിശോധിക്കുക. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്ന നിലക്ക് ഏതെങ്കിലും ഒരായത്തിനോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാനും പരിശോധിക്കണം. വെറുതെ ഖുർആൻ ഓതിക്കൊണ്ട് കാര്യമില്ല കേട്ടോ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ വാചകങ്ങളും നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. എന്താണ് ആ ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ, ഖുർആൻ പറഞ്ഞു, മുഅ്മിനീങ്ങളായ ആളുകൾ ഖുർആന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ അഹ്കാഫിലെ ആയത്താണ്. ആ ആയത്ത് നമുക്കൊന്ന് അർത്ഥം കേൾക്കാം. ഇന്നമൽ മുഅ്മിനൂൻ, വിശ്വാസികൾ ഇവർ മാത്രമാണ്.
ഇദാ ദുഃഖിറല്ല, അള്ളാഹുവിനെ കുറിച്ച് അവരുടെ മുമ്പിൽ പറയപ്പെട്ടാൽ വജിലത്ത് കുലൂബുഹും, അവരുടെ മനസ്സ് പിടയും. അള്ളാഹുവിന്റെ കലാം, അന്ന് അള്ളാഹ് എന്ന് പറയുമ്പോൾ തന്നെ പേടിയാവും, അവരുടെ മനസ്സ് പിടയും. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ അവർ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അവർ ഓതുകയോ ചെയ്താൽ സാദത്തുഹും ഈമാനാ, അവരുടെ ഈമാൻ വർദ്ധിക്കും. എത്ര ആയത്ത് കേട്ടു ഈമാൻ വർദ്ധിച്ചോ? ഈമാൻ വർദ്ധിച്ചുവെങ്കിൽ മൂമിനാണ്, ഈമാൻ വർദ്ധിച്ചില്ലേ മൂമിനല്ല. ധാരാ പറയുന്നത്, അല്ലേ പറയുന്നത്, ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നുണ്ടോ എങ്കിൽ നമുക്ക് മുഅ്മിനാണെന്ന് പറയാം, അല്ലെങ്കിലോ നമ്മൾ മൂമിനല്ല കേട്ടോ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുഃഖിറല്ലാഹ് വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത്ത് അലൈഹിം സാദത്തുഹും ഈമാനാ. അങ്ങനെ ഈമാൻ വർദ്ധിച്ചാലോ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നവും അവന് ടെൻഷൻ അനുഭവിക്കൂല. ഏത് വിഷയവും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യും. അത് അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹിന്റെ തീരുമാനമാണ്. എന്ത് നഷ്ടപ്പെട്ടാലും, ഏത് പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും എനിക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ റബ്ബിന്റെ വിധി അതാണ് നടപ്പിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ ഒന്നും ചെയ്യേണ്ടതില്ല, ഞാൻ റബ്ബിൽ ഭാരമേൽപ്പിച്ചു എന്ന് പറയാൻ കഴിയണം. ഈമാൻ വർദ്ധിക്കുമ്പം അയാൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താ? എന്ത് പരീക്ഷണങ്ങൾ അയാൾ നേരെ വന്നാലും വഅലാ റബ്ബിഹിം യതവക്കലൂൻ, റബ്ബിൽ ഭാരമേൽപ്പിക്കും. അള്ളാഹിനെ ഭാരം ഏൽപ്പിക്കുമോ അത് അള്ളാഹു ഭാരം ഏൽക്കും, നിങ്ങൾ അള്ളാഹു രക്ഷിക്കുക. അങ്ങനെ അള്ളാഹു നമ്മളുടെ ഭാരം ഏൽക്കുക. അത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാ പഠിപ്പിച്ചു വെച്ചാൽ, അള്ളാഹിന്റെ ഒരു വിരുന്ന് സൽക്കാരമാണല്ലോ ഈ വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിക്കണം, അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സൗകര്യം അള്ളാഹു തരുള്ളൂ. നമുക്ക് നോക്കാം. റസൂലുള്ള പറയാണ്, ഈ ഖുർആൻ എന്ന് പറയുന്നത് ഇന്ന ഹാദൽ ഖുർആൻ, റസൂലുള്ള പറയുന്നു ഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ മൗദുബത്തുള്ള, അള്ളാഹു നിങ്ങൾക്കൊരുക്കിയ വിരുന്നാണ്. മുസ്ലിങ്ങളായ വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു ഒരുക്കിയിരിക്കുന്ന വിരുന്നാണ് ഖുർആൻ. എന്നിട്ടോ ഫഖ്ബിലു മൗദുബത്തഹു മസ്തതഅതും, നിങ്ങൾ കഴിയുന്നത്ര അള്ളാഹുവിന്റെ ആ വിരുന്ന് സൽക്കാരം സ്വീകരിച്ചോളി. എങ്ങനെ വിരുന്ന് സ്വീകരിക്കുക? ഖുർആൻ പഠിച്ചെടുത്തിട്ട്, ഖുർആൻ മനസ്സിലാക്കിയിട്ട്, ഖുർആൻ ഓതിയിട്ട്, ഖുർആൻ ഇഫ്ലാക്കിയിട്ട്, അങ്ങനെ നിങ്ങൾ പരമാവധി അള്ളാഹുവിന്റെ സൽക്കാരം സ്വീകരിച്ചോളി. എന്നിട്ട് ഖുർആൻ റസൂലുള്ള പറയാണ്, ഇന്ന ഹാദൽ ഖുർആൻ ഹബിലുല്ലാഹ്, ഈ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു കയറാണ്. അൽ ഖുർആനു ഹബിലുല്ലാഹിൽ മംദൂദ് മിനസ് സമാ, ഉപരിലോകത്ത് നിന്ന് അള്ളാഹു വിശ്വാസികളായ ആളുകൾക്ക് ഇറക്കി കൊടുത്തൊരു കത്താണത്. അതൊരു വിരുന്ന് സൽക്കാരമാണ്. ആ വിരുന്ന് സൽക്കാരം വേണ്ടുവോളം ഉപയോഗിച്ചോളി. ഖുർആൻ നൂറുൽ മുബീൻ, വളരെ വ്യക്തമായൊരു പ്രകാശമാണ്. ഖുർആൻ അള്ളാഹു ഉപയോഗിച്ച വേറൊരു വാക്കാണ് നൂറ്. മനുഷ്യ ഹൃദയത്തിൽ നൂറുണ്ടാവും, ജീവിതത്തിൽ നൂറുണ്ടാവും. ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക പ്രകാശം അള്ളാഹു നൽകും. ഖുർആനിൽ നിന്ന് അകന്നുപോയവർക്കോ ഹൃദയം മുഴുവൻ ഇരുട്ടായിരിക്കും. ഖുർആനിൽ ഹൃദയത്തിന് വെളിച്ചം നൽകാൻ ഖുർആൻ അല്ലാത്ത വേറെ വഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഖുർആനിലേക്ക് വന്നേ പറ്റൂ. മരിക്കുന്നതിന്റെ മുമ്പ് ശ്രദ്ധിച്ചോളി, നിങ്ങൾക്കാവും വിധം നിങ്ങൾ അത് ഉപയോഗിച്ചോളൂ എന്നാണ് റസൂൽ പറയും. എന്നിട്ട് പറയാം വശിഫാഉൻ നാഫിഅ്, ഈ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഔഷധമാണ്. ഖുർആൻ ഒരു ഔഷധമാണ്. മാനസിക സംഘർഷമുള്ള ആളുകൾ ഈ വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം മനസ്സിലാക്കി, അതിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കി ഖുർആൻ ഓതുമ്പോൾ അയാൾക്ക് മാനസികമായി ഭയങ്കരമായ ഒരു ഔഷധം അയാളുടെ ബോഡിയിലേക്ക് എത്തും. അതാണ് റസൂലുള്ള പറയുന്നത്. ഇസ്മത്തുൽ ലിമൻ തമസ്സക ബിഹി, ആ വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ റബ്ബിന്റെ സംരക്ഷണം റബ്ബ് തരും. ഇസ്മത്തുണ്ടാവും. ഇസ്മത്തുൻ ലിമൻ തമസ്സക ബിഹി, അത് മുറുകെ പിടിക്കുന്നവരാരോ അവർക്ക് ഇസ്മത്തുണ്ടാവും, അള്ളാന്റെ സംരക്ഷണം. വനജാത്തുൻ ലിമൻ ഇത്തബഉ, അതിനെ പിൻപറ്റി ജീവിക്കുന്നവർക്ക് അള്ളാഹു രക്ഷയും നൽകും. ഉണ്ടോ? ഖുർആനെ പിൻപറ്റി ജീവിക്കുന്നവര് അതിവിടെ ഇല്ലപ്പം. ആയത്തോതുന്നു, പറയുന്നു, ഞാൻ നിങ്ങൾ കേൾക്കുന്നു. പറയുന്നൊരു വിഭാഗവും കേൾക്കുന്നൊരു വിഭാഗവും ഉണ്ട്, ഉൾക്കൊള്ളുന്ന വിഭാഗം കുറവാണ്. ഹക്കായ കാര്യമായിട്ടോ പറയുന്നത്. അതുകൊണ്ടോ ഇനിയൊരു കാര്യം പറയാം. ഇങ്ങനെ ഖുർആൻ നിങ്ങൾ പഠിച്ചു, യൗവനത്തിൽ ഒരുപാട് തെറ്റുകളും പോരായ്മകളൊക്കെ വന്നു. ഖുർആൻ പഠിച്ചവർക്ക് തന്നെ റസൂൽ പറയാ ലാ യസീഹു ഫയുസ്തഗ്തിബു, എത്ര പിഴച്ചാലും അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഖുർആൻ പഠിച്ചവനാണോ ഓൻ അള്ളാഹു നേർവഴിയിലേക്ക് കൊണ്ടുവരും. മരിക്കും മുമ്പ് ഖുർആൻ പഠിച്ചവൻ നേർവഴിയിലേക്ക് അള്ള കൊണ്ടുവരുന്നു മരിക്കുന്നതിന് മുമ്പ്. എത്ര വഴിവഴിച്ചു പോയാലും ലാ യസീഹുന, ഓൻ വഴിവഴിച്ചു പോയി
ഒരുപാട് പോയി, ഖുർആനൊക്കെ പഠിച്ചിരുന്നു. എന്നിട്ട് നമ്മൾ ഇതിനെ പറയാറുണ്ട്, വലിയ ഖുർആൻ പഠിച്ച ആളാ കള്ളു കുടിക്കുന്നു അല്ലേ? പക്ഷേ ഓൻ അള്ളാഹു തിരുത്തും, ഓൻ തിരിഞ്ഞു വരും. അള്ളാഹിന്റെ കത്തോന്റെ കയ്യിലുണ്ട്, ഇത് അള്ളാഹിന്റെ കത്താണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ് ഈ ഖുർആനുമായി നിരന്തര ബന്ധം പുലർത്തുന്ന ആളുകളെ പറ്റി. നമ്മൾ റമദാൻ മാസമാണ്, നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതാറുണ്ട്, ഓതുന്നതിന് പ്രതിഫലം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അർത്ഥം ആഴവും അറിഞ്ഞു ഓതുന്നവർക്ക് യഥാർത്ഥത്തിൽ അതിന്റെ യഥാർത്ഥ പ്രതിഫലം ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഇമാം ഖലീഫ അലി റളിയല്ലാഹു പറഞ്ഞു, ഖുർആൻ ഫിഖ് ഇല്ലാതെ, അതിന്റെ അറിവില്ലാതെ ഖുർആൻ ഓതുകയോ ഇബാദത്ത് ചെയ്യുകയോ ചെയ്താൽ അയാൾക്ക് പ്രതിഫലം ഉണ്ടാവില്ല. ലാ ഖൈറ എന്നാ പറഞ്ഞാൽ ഒരു ഖൈറും ഉണ്ടാവില്ല. ആർക്ക്? ലിമൻ ലാ യഫ്ഖഹ്, അത് മനസ്സിലാക്കാതെ ഓടുന്നവർ. ഇബാദത്ത് മനസ്സിലാക്കാതെ ചെയ്യുക. ഇപ്പോ ഇബാദത്ത് എന്താന്ന് അറിയാണ്ട് ഉംറ നിർവഹിച്ചാൽ ഉണ്ടാവും, ഹജ്ജ് നിർവഹിച്ചാൽ ഉണ്ടാവും, ഖുർആൻ ഓതി ഉണ്ടാവും. ഇതെന്താന്ന് അറിയാണ്ട് ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല എന്നാ അലി റളിയല്ലാഹു പറയുന്നത്. അപ്പൊ ആദ്യം അറിയേണ്ടത് ഇതെന്താണ് ഈ ഖുർആൻ. അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമേ തിരുത്താൻ കഴിയൂ. നമുക്ക് തിരുത്താൻ കഴിയാത്ത നമ്മൾ വെറുതെ അക്ഷരങ്ങൾ ഓതുകയാണ്. ഓതിയാ കൂലിയില്ല എന്നല്ല ഞാൻ പറഞ്ഞു, ഓതിയാ കൂലിയുണ്ട്. ഈ പിശാച് അപ്പത്തന്നെ ഇടപെടുക എന്താ അറിയോ? റസൂലുള്ള പറഞ്ഞില്ലേ നമ്മളോട് ഓരോ ഹർഫും ഓതിയാ കൂലിയുണ്ട്, അത് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷെ അത് ആരോടാ പറഞ്ഞത്? ഖുർആന്റെ ആഴവും പരപ്പും അതിന്റെ വിശാലതയും മനസ്സിലാക്കിയ കേട്ടോ. അത് മാത്രമല്ല, ആ സമൂഹം ആരായിരുന്നു? വകുൻതും ശഫാഹു ഹുഫ്റത്തി മിനന്നാർ, അള്ളാഹുവിന്റെ പ്രവാചകൻ വളർത്തിയെടുത്ത മുശ്രിക്കുകളിൽ നിന്ന് മുസ്ലിമാക്കി എടുത്ത ആളുകൾ. വകുൻതും ശഫാഹു ഹുഫ്റത്തി മിനന്നാർ, അവർ നരകത്തിന്റെ വക്കിൽ നിൽക്കുന്നവരായിരുന്നു. അവരെയാണ് അള്ളാഹു ലോകത്ത് അറിയപ്പെടാത്തൊരു സമൂഹം, ആരാരും ശ്രദ്ധിക്കപ്പെടാത്തൊരു സമൂഹം. അറബി എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിച്ചിരുന്നില്ല, ആരും അവർക്ക് പരിഗണന കൊടുത്തിരുന്നില്ല. ഖുർആൻ ഇറങ്ങിയതിനു ശേഷമാണ് അറബികളെ ചരിത്രം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ചരിത്രകാരന്മാർ ശ്രദ്ധിച്ചു, സാംസ്കാരിക നായകന്മാർ ശ്രദ്ധിച്ചു, കച്ചവട സംഘം ശ്രദ്ധിച്ചു. എല്ലാ വിഭാഗം ആളുകളും അറബികളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഖുർആൻ ഇറങ്ങിയതിനു ശേഷം. അത്രമാത്രം അവർക്ക് മാറ്റം വന്നു. അതാ കാരണം കേട്ടോ. അത് എന്താ കാരണം? ആ സമൂഹത്തെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തി എന്താ? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ൽ ലഫീ ളലാലിൻ മുബീൻ. ഖുർആൻ പറയാം സൂറത്തുൽ ജുമുഅ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീൻ, അവൻ നിരക്ഷര കുക്ഷികളിലേക്ക്. ഉമ്മീ പറഞ്ഞാൽ അക്ഷരജ്ഞാനം ഇല്ലാത്തവർക്ക്, ഒരക്ഷരം അറിയാത്ത ആളുകൾക്കാണ് ഖുർആൻ ഉപയോഗിച്ചത് ഉമ്മീയീൻ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന, ബഅസാദ നിയോഗിച്ചു, അവനാണ് നിയോഗിച്ചത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീൻ, ആരിലേക്ക്? ഒരറിവും എഴുത്തും വായനയും അറിയാത്തൊരു സമൂഹത്തിലേക്ക്. ആരെ? റസൂലൻ മിൻഹും, അവരിൽ തന്നെയുള്ള ഒരു റസൂലിനെ. എന്ന് പറഞ്ഞാൽ ആ റസൂലിന് എന്തറിയില്ല? എഴുത്തും വായനയും അറിയില്ല. എഴുത്തും വായനയും അറിയാത്ത ഒരു പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അയച്ചു. എന്നിട്ടോ അതിലെന്ത് ചെയ്തു? യത്ലൂ അലൈഹിം ആയാതി, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ അവർ ഓതി കേൾപ്പിച്ചു. ഖുർആന്റെ ആയത്തുകൾ കേട്ടോ. വയുസക്കീഹിം, അങ്ങനെ അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും വിശദീകരിച്ച് പഠിപ്പിച്ചു. ആ പഠിപ്പിക്കും മുമ്പ് വഇൻ കാനൂ മിൻ ഖബ്ൽ ലഫീ ളലാലിൻ മുബീൻ, വളരെ വ്യക്തമായ വഴികേടിൽ ജീവിച്ച സമൂഹമാണ്. ഇത് പട്ടിണിയും പരിവട്ടവും ഭയന്നുകൊണ്ട് മക്കളെ കൊന്നിരുന്ന, പെൺകുട്ടികൾ ജനിച്ചാൽ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന, ലോകത്ത് എത്രത്തോളം മരങ്ങളെയും വൃക്ഷങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും മൃഗങ്ങളെയും ഭൂമിയെയും പുൽക്കൊടിയെയും നദികളെയും സമുദ്രത്തെയും ഒക്കെ ആരാധിച്ചിരുന്ന ഒരു സമൂഹം. അത്രയും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമൂഹം. അവരുടെ മുമ്പിൽ ആ ഖുർആൻ ഓതി കൽപ്പിച്ചു. നമുക്ക് അള്ളാഹുവിന്റെ പ്രവാചകനെ തിരുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിൽ നിന്ന് നബിയെ തിരുത്താൻ മക്കാ മുശ്രിക്കുകൾ ഒരാളെ അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആദർശ പ്രഖ്യാപനത്തിലൂടെ ജനങ്ങളെ സംസ്കരിക്കുന്നത് കണ്ടപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ കോപാകുലരാവുകയും അവർ മുഹമ്മദ് നബിയെ തിരുത്താൻ ഉഖ്ബത്ത് ബിൻ റബിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിയോഗിച്ചു, നബിയെ തിരുത്താൻ. അങ്ങനെ അദ്ദേഹം നബിന്റെ അടുത്ത് വന്നു. നബിന്റെ അടുത്ത് വന്നിട്ട് നബിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ട്, അധിക്ഷേപിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നബിയുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കാര്യങ്ങളെല്ലാം വിശദീകരിച്ചതിന് ശേഷം റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ചോദിച്ചു. ആരോട്? ഉഖ്ബത്ത് ബിൻ റബീഅയോട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞു, എന്നാ ഞാൻ പറയുന്നു എന്ന് കേൾക്കുന്നു. ഇസ്മായിലാണ്, നമുക്ക് കേൾക്കാൻ പറഞ്ഞു.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഓതി കൊടുത്ത സൂറത്ത് ഫുസ്സില, അതിന്റെ 32 വരെയുള്ള ആയത്തുകൾ. നബി വേറൊന്നും പറഞ്ഞില്ല. സൂറത്ത് ഫുസ്സിലിലെ ആയത്തുകൾ 32 ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം കിതാബുൻ ഫുസ്സിലത്ത് ആയാതുഹു ഖുർആനൻ അറബിയ്യ ലിഖൗമി യഅ്ലമൂൻ ബശീറൻ വനദീറ ഫഅറള അക്സറുഹും ലാ യസ്മഊൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. ഹാമീം തൻസീൽ മിനർ റഹ്മാൻ റഹീം, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റഹ്മാൻ റഹീമുമായ അള്ളാഹുവിൽ നിന്നാണ്. മുഹമ്മദ് നബി കൊണ്ടുവന്നതല്ല. ആദ്യത്തെ മറുപടി അതാണ്. മുഹമ്മദ് നബി കൊണ്ടുവന്നതല്ല ഖുർആൻ, ഇത് അള്ളാഹുവിൽ നിന്നതാണ്. ഈ ആയത്തുകൾ അറബി ഭാഷയിൽ ഇറക്കിയതിൽ ഖൗമി യഅ്ലമൂൻ, അറിയാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ആയത്തുകൾ കേട്ട് അവസാനം 32ാമത്തെ ആയത്തിൽ മുഹമ്മദ് നബി ഓതി ഒമിൻ ആയാത്തിഹി അല്ലൈലു വന്നഹാർ, രാവും പകലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. രാവിലെയും പകലിനെയും നിങ്ങൾക്ക് ആരാധിക്കാൻ പാടില്ല. സന്ധ്യയാകുമ്പോൾ സന്ധ്യയെ ആരാധിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ആരാധിക്കാനുള്ളത് അള്ളാഹിന്റെ ദൃഷ്ടാന്തമാണ്. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ, നിങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും സുജൂദ് ചെയ്യാൻ പാടില്ല. ഈ ആയത്തുകൾ ഓതി കേൾക്കുന്നു. ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ, എന്നിട്ടോ വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന, അവകളെല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ തയ്യാറുണ്ടെങ്കിൽ. ഈ ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖബത്ത് ബിൻ റബിയക്ക് റസൂലിന് ഓതി കൊടുത്തത്. ഈ ഒരായത്തും ആ മക്കയിലെ മുശ്രിക്കായ മനുഷ്യന്റെ മനസ്സിന് എത്രമാത്രം സ്വാധീനിച്ചു അറിയോ? അദ്ദേഹത്തെ പറഞ്ഞയച്ച ആളുകളിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം തന്നെ മാറിയിട്ടുണ്ട്. കാരണം നമുക്കറിയാലോ, ഒരാളെ പറഞ്ഞയച്ച ലക്ഷ്യത്തിന് പറഞ്ഞയച്ചിട്ട് ആ ലക്ഷ്യം നേടാതെ തിരിച്ചു വന്നാൽ മുഖം കണ്ടാ അറിയാം അല്ലേ? ഇയാൾ വന്നത് നല്ല രൂപത്തിലൊന്നല്ല. അപ്പൊ എന്നാലും വേണ്ടി അവർ ചോദിച്ചു, എന്താ ഈ മുഹമ്മദ് മാറിയോ എന്ന് ചോദിച്ചു. മുഹമ്മദിന് മാറ്റം ഉണ്ടായോ നിങ്ങൾ സംസാരിച്ചപ്പം? ആരോട്? ഉഖബത്ത് ബിൻ റബീഅയോട്. അപ്പൊ ഉഖബത്ത് ബിൻ റബീഅ പറഞ്ഞാൽ എന്താ അറിയോ? വല്ലാഹി ഖദ് സമീഅതു ഖൗലൻ മാ സമീഅതു മിസ്ലഹു ഖത്ത്, അല്ലാഹുവാണ് സത്യം, ഇതുപോലൊരു വാക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഈ ആയത്തിനെ പറ്റി എന്തായാലും മനസ്സിലായത് നിങ്ങൾക്ക്? ഉഖബത്ത് ബിൻ റബീഅക്ക് അറബി അറിയാം, ഖുർആൻ അറിയാം, ഓതിയപ്പോ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം പറയാം, വല്ലാഹി ഖദ് സമീഅതു ഖൗലൻ മാ സമീഅതു മിസ്ലഹു ഖത്ത്, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രമാത്രം വശ്യശക്തിയുള്ള, ഇത്രമാത്രം സാഹിത്യ സമ്പുഷ്ടിയുള്ള, ഇത്രമാത്രം ആശയ വൈപുല്യമുള്ള ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. വല്ലാഹി മാഹു ബിസിഹർ, അള്ളാഹുവാണ് സത്യം, ഖുർആൻ സിഹറല്ല. വലാ ബിഷിർ, അത് കവിതയുമല്ല. വലാ ബിൽ കഹാന, അത് ജ്യോത്സ്യവുമല്ല. യാ മഅ്ശറ ഖുറൈശ് അത്തിയൂനി, നിങ്ങൾ എന്നെ അനുസരിക്കൂ, ഞാൻ മുസ്ലിം ആവുകയാണ്. ഉണ്ടോ? എന്ത് മനസ്സിലായി? ഖുർആന്റെ ആയത്ത് കേട്ടിട്ട് മുസ്ലിം ആവുകയാണ്. ആര്? ഇസ്ലാമിന്റെ ശത്രു. നബിയെ തിരുത്താൻ ശത്രുക്കൾ അയച്ച ആള് മുസ്ലിമായി വരുന്നു. എന്തുകൊണ്ട്? നമ്മളിപ്പോ എത്ര ഖുർആൻ കേട്ടു? തറാവിയിൽ നിന്നങ്ങനെ കേൾക്കുക, കേൾക്കാൻ നല്ല രസമുള്ളടത്ത് ആള് പോവും. കാരണം എന്താ? ആൾക്കിതൊന്നും അറിയില്ലല്ലോ. ഖുർആൻ അറിയ മാസാന്ന് പറഞ്ഞിട്ട് ഖുർആൻ അങ്ങനെ കുത്തുന്നോളൂ ഉറക്ക് വരുന്നവരെ. ഉറക്ക് വന്നാൽ അവിടെ മൂടിവെക്കും. പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ ഇത് ഖുർആനല്ലേ, അള്ളാന്റെ കത്തല്ലേ, ഒന്നുകൂടി വായിച്ചു നോക്കുക. വായിച്ചു നോക്കി രൂപത്തിൽ തീരുന്നില്ല. മുമ്പ് ഗൾഫിൽ നിന്നൊക്കെ ഭാര്യമാര് കത്തയക്കല്ലേ, അതുപോലെ നിന്റെ ഇങ്ങക്ക് നിങ്ങളെ ഞാൻ എഴുതുന്നത്, നിന്റെ ഇങ്ങക്ക് നിങ്ങളെ ഞാൻ എഴുതുന്നത്, ഇവിടെയും സുഖം അവിടെയും സുഖം. ഇനി സമയമില്ല സ്ഥലവുമില്ല, അതുകൊണ്ട് അടുത്ത കത്തിൽ. അതുപോലെ അമ്മയുടെ ആകളുടെ കൊല്ലുള്ളാവുന്നത് ഇതാചാര റസൂലുള്ളാഹി വൽഫത്തു, ഇനി അടുത്ത കത്തിൽ. അതേതാ? അത് തന്നെ അള്ളാന്റെ കത്താന്ന് നമുക്കറിയാം, അള്ളാഹ് അയച്ച കത്താണ്. ആ കത്തൊന്ന് വായിച്ചു നോക്കാണ്ട് പരലോകത്തേക്ക് വന്നാൽ ഉണ്ടാവും. ആലോചിക്കുകള് സങ്കടത്തോട് കേൾക്കുക കേട്ടോ. ഏറ്റവും വലിയ ശത്രുക്കൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. നമുക്കോ കിട്ടാവുന്ന ഗുണം എന്താ അറിയോ? ഞാൻ ഒരു കാര്യം കൂടി ചരിത്രത്തിൽ പറയാം. സയ്യിദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ രാത്രി നമ്മൾ ഇതേപോലെ തറാവി നമസ്കരിക്കുമ്പോൾ, അവര് തറാവി നമസ്കരിക്കുന്നത് സുബഹി വരെ കേട്ടോ, നമ്മളെ വരി 3/4 മണിക്കൂറല്ല. 3/4 മണിക്കൂറാണ് ഈ ഇമാമുക്കാൻ വരുന്ന ബീഹാരിക്ക് അറിയില്ല. ഇവിടെ ഇമാമുക്കണ്ട് 3/4 മറ്റവർക്കാണ് ഹിന്ദി ശരിക്കും അറിയില്ല. അപ്പൊ ബട സൂചി ഇതിമെത്തും, ചോട്ടാ സൂചി ഇതിമെത്തും, അത് കാണിച്ചു കൊടുക്കും.
അപ്പോൾ മനസ്സിലായി ഇവിടെ മുക്കാൽ മണിക്കൂറാണ്. നേരം സുബൈ വരെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു പള്ളിയുടെ അടുത്ത് കൂടി ആരും പോകില്ല. അവൻ്റെ ആൾ നിസ്കരിക്കുകയാണ് അല്ലേ. എന്നാ അങ്ങനെ നമസ്കരിക്കുന്ന കാലം സയ്യിദ് ബിൻ ജുബൈർ റളിയല്ലാഹു അദ്ദേഹം ഒരു രാത്രിയിൽ നമസ്കാരത്തിൽ 24 പ്രാവശ്യം ഒരേ ആയത്ത് ഓതുകയാണ്. 24 പ്രാവശ്യം ഒറ്റ ആയത്ത് സൂറത്തുൽ ബഖറയിലെ. അദ്ദേഹം ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ സ്വാധീനിച്ച ആയത്താണ്. എന്താണ് ആയത്ത് അറിയോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടങ്ങുന്ന എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ദുനിയാവിൽ നീ സമ്പാദിച്ചതും വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതും കട്ടെടുത്തതും വഞ്ചിച്ചെടുത്തതും എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഒരു നാൾ അള്ളാഹുവിന്റെ കോടതിയിലേക്കുള്ള യാത്രയെ സൂക്ഷിക്കണം. ഇതാണ് ആയത്ത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്. എന്തെല്ലാം ദുനിയാവിൽ നിന്ന് വാരിക്കൂട്ടിയോ അതിനെല്ലാം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടും. നന്മ ചെയ്താൽ നന്മ കിട്ടും, തിന്മട്ടാൽ തിന്മട്ടും. വഹും ലാ യുദ്ലമൂൻ. ലോകത്താരും അള്ളാഹുവിൽ നിന്ന് അനീതി ഭയപ്പെടേണ്ടതില്ല. അള്ളാഹു നീതിയെ ചെയ്യും. ഈ ആയത്ത് തന്നെ 24 പ്രാവശ്യം അദ്ദേഹം ഓതി. നമ്മളങ്ങനെ ഒരു ആയത്ത് തന്നെ 2 നട്ട് ഓതിയാലോ? നമുക്ക് ഖുർആൻ അറിയാത്തോണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതന്നെ ഓതി തന്നെ ഇയാള് ഈ ഓതി തന്നെ ആയത്തല്ല പിന്നെ ഓതിയത്, ആദ്യം ഓതി ആയത്തന്നല്ലേ അല്ലേ? കാരണം നമ്മൾ ഖുർആന്റെ ആഴം അറിയില്ല, അവരാഴം മറിഞ്ഞുകൊണ്ടാവുന്നുണ്ട്. നോക്കൂ നിങ്ങൾ മറ്റൊരു സഹാബിന്റെ ജീവിതം. ഖുർആനിൽ നമുക്കൊക്കെ ഈ ഖുർആൻ നമ്മൾ ഓതാറുണ്ട്. ഇപ്പോഴൊക്കെ പ്രത്യേകിച്ച് തറാവീനൊക്കെ ഇമാം നിൽക്കുന്ന ആളുകൾ സൂറത്ത് ആൽ ഇംറാനൊക്കെ ഓതും. എന്താ? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഇതാണ് ആയത്തിറങ്ങി. ഈ ആയത്തിറങ്ങി റസൂലുള്ളാഹിക്ക്. എന്താണ് അർത്ഥം? ലൻ തനാലുൽ ബിർറ, ഒരിക്കലും ആർക്കും പുണ്യം നേടാൻ കഴിയില്ല. ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമ്പത്ത് ദാനം നിർവഹിച്ചാലല്ലാതെ. നിങ്ങൾ ഭൂമിയിൽ സമ്പാദിച്ച സമ്പാദ്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ദാനം ചെയ്താലല്ലാതെ നിങ്ങൾ പുണ്യം നേടുകയില്ല എന്ന ഖുർആന്റെ ആയത്ത് അതറിഞ്ഞു. എന്താക്കും? സഹാബത്ത് എങ്ങനെ പിൻപറ്റും ഈ ആയത്ത്? ഈ ആയത്ത് എങ്ങനെ ഫോളോ അപ്പ് ചെയ്യും? ഇന്നുണ്ടല്ലോ ഇപ്പൊ ഈ ആയത്ത് ഖുർആനില് അല്ലേ? എന്നാ നിങ്ങൾ നോക്കൂ, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ കാന അബൂ തൽഹ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു സഹാബിന് അല്ലേ? കാന അബൂ തൽഹ റളിയല്ലാഹു അൻഹു അക്സറുൽ അൻസാരി ബിൽ മദീന. മദീനയിൽ മാലം മിൻ നഖ്ൽ, ഈത്തപ്പനയുടെ സമ്പത്ത് ഒരുപാട് ഉള്ള ഒരു വലിയ സമ്പന്നാണ് അബൂ തൽഹ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഈത്തപ്പനത്തോട്ടം ധാരാളമുള്ള വ്യക്തിയാണ്. വക്കാന അഹബ്ബു അംവാലിഹി ബൈറുഹ, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരക്കത്തോട്ടം മദീനത്തെ പള്ളിക്ക് അഭിമുഖമായി നിൽക്കുന്ന ബൈറുഹ തോട്ടമാണ്. ബൈറുഹ തോട്ടം നബിയുടെ മസ്ജിദ് നബിയുടെ നേരെ ഓപ്പോസിറ്റാണ്. ആ തോട്ടം അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഈ ആയത്തിറങ്ങിയതിനു ശേഷം വക്കാനത്ത് മുസ്തഖ്ബിലുൽ മസ്ജിദ്, അത് ആ പള്ളിക്ക് അഭിമുഖമായി നിൽക്കുന്ന തോട്ടമാണ്. വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും റെസ്റ്റ് എടുക്കാൻ പലപ്പോഴും ആ തോട്ടത്തിൽ പോയിരിക്കാറുണ്ട്. നബി കാരക്കത്തോട്ടത്തിൽ പോയിരിക്കാറുണ്ട് നബിക്കൊരു വിശ്രമത്തിന് കേട്ടോ. പിന്നെ യശ്റബു മിൻ മായിൻ തയ്യിബ്, സ്വച്ഛമായി അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമുണ്ട്, അതിൽ നിന്ന് നബി കുടിക്കും. ആ അത്രയും നബി എപ്പോഴും പോകുന്ന, റെസ്റ്റ് എടുക്കാൻ പോകുന്ന അവിടെ ഏറ്റവും കൂടുതൽ നല്ല സ്വച്ഛമായ തണുത്ത വെള്ളം ഒഴുകുന്നുണ്ട്, അത് നബി കുടിക്കും. അങ്ങനെ ഫലമ്മ നസലത്ത് ഹാദിയില്ലായ, ഈ ആയത്തിറങ്ങിയപ്പോൾ ജാ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ തൽഹ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ തആല അൻസല അലൈക, അല്ലാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ മുതൽ നിങ്ങൾ സദഖ കൊടുത്താലേ നിങ്ങൾ പുണ്യവാന്മാരാവുകയുള്ളൂ എന്ന ആയത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വഇന്ന അഹബ്ബ മാലി ഇലയ്യ ബൈറുഹ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സമ്പത്ത് ബൈറുഹ എന്ന തോട്ടമാണ്. വഇന്നഹ സദഖത്തുൽ ലില്ലാഹി തആല, ഞാൻ അത് അല്ലാഹുക്ക് സദഖ കൊടുക്കുകയാണ്. ആയത്ത് ജീവിതത്തിൽ പറഞ്ഞുണ്ട്. ആയത്ത് ജീവിതത്തിൽ പകർത്തുകയാണ്. ഈമാൻ കൊണ്ട് ഖുർആൻ വർദ്ധിക്കുക, ഈമാൻ വർദ്ധിക്കുകയാണ് ഖുർആൻ കൊണ്ട്. ഖുർആൻ കൊണ്ട് ഈമാൻ വർദ്ധിക്കുന്നു, നമ്മളോ ഖുർആൻ ഓതി തീർക്കുന്നു. ജീവിതത്തിൽ അതൊരു അക്ഷരം പോലും വരുന്നില്ല. എന്നിട്ട് നമ്മൾ എന്തോ പറയും, ഒരു അലിഫുൻ എഴുതിയാൽ അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ എല്ലാത്തിനും നന്മണ്ട് ഹദീസില്ല. അത് ആർക്ക്? ഒരു വിവരവുമില്ലാത്ത മൊയന്തല കാര്യമല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മുസ്ലിങ്ങൾക്ക് ഖുർആൻ അറിയാം, മുശ്രിക്കുകൾക്ക് എന്തായാലും അറിയാം. കാരണം അവരൊക്കെ വലിയ സാഹിത്യകാരന്മാരാണ്, അറബി ഭാഷാ സാഹിത്യ തമ്പുരാക്കന്മാരാണ് അറബികൾ കേട്ടോ. ഭയങ്കര കഴിവാണ്.
അപാരമായ കഴിവ്. അത്തരം കഴിവുള്ള ആളുകൾ എന്ന് മാത്രവുമല്ല, അവരുടെ ബുദ്ധിയും കഴിവും അവർ കൂടുതൽ ഉപയോഗിക്കുക വിദ്യാഭ്യാസത്തിനാണ്. നിങ്ങൾക്കറിയാലോ, ലോകത്തെ ആദ്യത്തെ ഡോക്ടർ ആരാ? ഇബ്നു സീന അല്ലേ? എന്തുകൊണ്ട് ആദ്യത്തെ ഡോക്ടർ ഇബ്നു സീന ഡോക്ടറാകാൻ കാരണം എന്താ? ഖുർആനിലായത്താ. ഏതായത്? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. നോക്കൂ നിങ്ങൾ, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി, ഒട്ടകത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതിന്റെ നിർമ്മാണം, അള്ളാഹ് സൃഷ്ടിച്ച രൂപം, അതിന്റെ കഴിവുകൾ, അതിന്റെ വാട്ടർ കപ്പാസിറ്റി എത്രയും കൈഫ ഖുലിഖത്, അത് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, ആ ജീവശാസ്ത്രം ബയോളജി പഠിക്കാൻ ഖുർആൻ ആവശ്യപ്പെടുകയാണ്. ആ ഒരൊറ്റ ആയത്താണ് ബയോളജി പഠിച്ച് ഡോക്ടർ ഇബ്നു സീനയെ ഡോക്ടറാക്കിയത്. അദ്ദേഹം ഈ ആയത്തോതിയതിനു ശേഷം അദ്ദേഹം ഡോക്ടറായത്. കാരണം ആ ബയോളജി പഠിക്കാൻ വൈലല്ലാർലി കൈഫ സുതിയത്, ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? ഉരുണ്ട ഭൂമിയെ അല്ലാഹു പരത്തിയതെങ്ങനെയെന്ന്, മനുഷ്യന് വാസയോഗ്യമായ രൂപത്തിൽ മനുഷ്യന്റെ വീടും സൗകര്യങ്ങളും ഉണ്ടാക്കാൻ, അവന്റെ വാഹനങ്ങൾ ഓട്ടാൻ, ട്രെയിൻ ഓട്ടാൻ, എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി ഭൂമിയെ പരത്തിത്തന്ന അള്ളാഹിനെ കുറിച്ച്, അതാണ് ഭൂമിശാസ്ത്രം പഠിക്കാന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഭൂമിശാസ്ത്രജ്ഞന്മാരുണ്ടാകുന്നത്. അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്നത് വെറും പരലോകത്തെ കാര്യവും മരിച്ചതിന് ശേഷമുള്ള കാര്യവും മാത്രമല്ല. ഈ ഭൂലോകത്ത് നിങ്ങളെ ചിന്തിപ്പിക്കുകയാണ്. അള്ളാഹ് ചോദിച്ചിട്ടില്ലേ അള്ളാഹിനോട്? അള്ളാഹ് ഖുർആനിൽ 4 സമയത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് മുഹമ്മദിൽ അല്ലേ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ഖുർആൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടി അള്ളാഹ് എളുപ്പാക്കിയെന്ന. പക്ഷെ അത് അതിനെ സ്നേഹിക്കണം, എന്നാലേ എളുപ്പമുള്ളൂ. അതിന് വെറുത്താലോ തൊടാൻ കഴിയില്ല, അത് ഒരക്ഷരം പഠിക്കാൻ കഴിയില്ല. അതിനെ സ്നേഹിച്ചാലോ എളുപ്പാക്കിയിട്ടുണ്ട് എന്ന് ഖുർആൻ 4 വട്ടം ഒരേ സൂറയിൽ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, ഉറ്റാലോചിച്ച് പഠിക്കാൻ തയ്യാറുള്ളവരാരുണ്ട് എന്നാണ് അള്ളാഹിന്റെ ചോദ്യം. വേറിടത്ത് അല്ലാഹു പറഞ്ഞു, അഫലാ യതദബ്ബറുൽ ഖുർആൻ, ഖുർആൻ എന്താ ഇവർ പഠിക്കാത്തത്? അമ്മലാ ഖുലൂബിഹിം അഖ്വാലുഹാ, അവരുടെ കൽബുകൾക്ക് പൂട്ടിട്ടിരിക്കുകയാണോ? കൽബിന്റെ ഉള്ളിൽ കയറാണ്ടിരിക്കാൻ പൂട്ടിട്ടിക്കണോ? അള്ളാഹിന്റെ ചോദ്യം. ഇതൊക്കെ ഇപ്പൊ ചോദിച്ചാട്ടോ, നാളെ പരലോന്ന് ഇതുവരെ ചോദിക്കും നമ്മളോട്, എന്റെ കൽബിന് പൂട്ടിട്ടിക്കണോ? ബാക്കിയൊക്കെ നേടിയില്ലേ? സമ്പത്ത് നേടിയില്ലേ? മക്കളെ നേടിയില്ലേ? വീടുണ്ടാക്കിയില്ലേ? എന്താ നേടാത്തത്? എല്ലാം നേടി അല്ലേ? കിട്ടാത്തത് ഇറങ്ങും വാങ്ങി അല്ലേ? എന്നിട്ടോ ഖുർആനോ ഇറങ്ങുമില്ല, സ്വന്തം പഠിച്ചുമില്ല. വല്ലാത്ത മനുഷ്യന്മാരല്ലേ? എന്നിട്ടോ നമ്മൾ ചോദിക്കുന്ന അള്ളാഹിനോട് റയ്യാൻ എന്ന സ്വർഗത്തെ പഠിച്ചവനെ കയറ്റിക്കാളും. ഏതെങ്കിലും സ്വർഗത്തിൽ കയറ്റി കിട്ടിയാൽ നന്നായി എന്നപ്പം ഞാൻ വിചാരിക്കുന്നത്. റയ്യാൻ നോമ്പുകാർക്കുള്ള, നോമ്പുകാരൻ ആരാ? ഖുർആൻ കൊണ്ട് ശുദ്ധീകരിച്ചവരാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് ബൈറുഹ തോട്ടമാണ്. അതിലും വലിയ ഇഷ്ടപ്പെട്ട ഒരു സമ്പത്ത് എനിക്കില്ല. വഇന്നഹാ സദഖത്തു ലില്ലാഹി തആല അർജു ബിർറഹ വദുഖറഹ, ആ അത് അള്ളാഹുവിൽ നിന്ന് അതിന്റെ പുണ്യവും അതിന്റെ പ്രതിഫലവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനത് അള്ളാഹ്ക്ക് തരികയാണ്. അപ്പോ ഫല്ലാഹി യാ റസൂലല്ലാഹ് ഹൈസു അറാത്തല്ല, അള്ളാഹിന്റെ പ്രവാചകരെ, ആ സമ്പത്ത് നിങ്ങൾ ഏതിലാണോ ഖൈറ് കാണുന്നത് അതിലേക്ക് വിനിയോഗിച്ചോളി, അതിൽ നിങ്ങൾ ഉപയോഗിച്ചോളി. ഹൈസു അറാത്തല്ല. ഫഖാല റസൂൽ, അപ്പൊ റസൂൽ പറഞ്ഞു, റസൂൽ കൗതുകവും അത്ഭുതത്തോടും കൂടി പറഞ്ഞു, വേണ്ട, ദാലിക മാലുൻ റാബിഹ്, ദാലിക മാലുൻ റാബിഹ്, 2 വട്ടം നബി പറഞ്ഞു. അബൂ തൽഹ, അത് ഇസ്ലാമിന് കൊടുക്കണ്ട, നിനക്കത് ഏറ്റവും കൂടുതൽ ലാഭമുള്ള ഒരു സമ്പത്താണ്. വഖദ് സമീഅതു മാ ഖുൽത, നീ പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ടായിരിക്കും, ഏറ്റവും കൂടുതൽ ലാഭം തരുന്ന ഒരു തോട്ടം ബൈറുഹയാണ്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. വഇന്നി അറാ, ഞാൻ കാണുന്നത് അൻ തജഅലഹ, അത് നീ ആർക്ക് വെച്ച് കൊടുക്കണം? നിന്റെ അക്കാരിബുകൾക്ക്, ഫി അക്കാരിബി, നിന്റെ ബന്ധുക്കൾക്ക്. നമ്മളാണെങ്കിൽ എന്താ പറയും, പള്ളിക്ക് ഇവിടെയുള്ള, ഇപ്പൊ ഈ പള്ളിയുള്ള ഒരാൾ എന്നോട് പറയാം, ഇവിടുത്തെ വലിയൊരു ഫ്ലാറ്റ് ഉണ്ട്, അത് പുതിയറ പള്ളിക്ക് ഏതാണ്, ഞാൻ ഉടനെ വാങ്ങും. ഓ, പുതിയറ പള്ളിക്ക് വല്ലാത്ത മനുഷ്യനാ. റസൂല വേണ്ടാന്ന് പറഞ്ഞു. എന്തുകൊണ്ടേ പഠിപ്പിക്കുന്നു? സ്വന്തം കുടുംബത്തിൽ പട്ടിണിയും പരിവട്ടവുമുള്ള ആളുകളുടെ ഓൽക്ക് കൊടുക്കാൻ നബി വലിയ കൊടുത്താളാകല്ല വേണ്ടതെന്ന്. പക്ഷേ ഇസ്ലാമിലൊരു കാര്യം പുണ്യാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സഹാബി ഓടി വന്നത്. റസൂല പറയുന്നത് വേണ്ടാന്ന് എന്ന് മാത്രവുമില്ല, എന്നിട്ടോ ഫഖസ്സമഹ അബൂ തൽഹ ഫി അഖാരിബി, തന്റെ കുടുംബത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് ആ സ്വത്ത് വീതിച്ചു കൊടുത്തു. ഇത് ഖുർആൻ പഠനം, ഇത് ഖുർആന്റെ ആയത്ത് വരുത്തിയ മാറ്റമാണ്. നമ്മളും ഖുർആൻ ഓതുന്നു, അവരും ഓതി. നമുക്കുണ്ട് മഹ്ശറ, അവർക്കും ഉണ്ട് മഹ്ശറ. നമുക്കും ഉണ്ട് സ്വർഗം, അവർക്കും ഉണ്ട് സ്വർഗം അല്ലേ?
നമ്മളെ ഏത് സ്വർഗത്തിൽ കയറ്റുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൊണ്ട് സംസ്കരിക്കപ്പെട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകും കേട്ടോ. അതുകൊണ്ട് അലി അള്ളാഹു പറഞ്ഞ പോലെ ലാ ഖൈറ ഫീ ഇബാദത്തിൻ ലാ ഫിഖ്റ ഫിഹാ, ഒരറിവുമില്ലാതെ ഇബാദത്ത് ചെയ്തിട്ട് ഒരു നന്മയും കിട്ടൂല. വലാ ഫീ ഖിറാഅത്തിൻ ലാ തദബ്ബുറ ഫിഹാ, ഖുർആൻ ആയത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും അർത്ഥമറിയുകയും ചെയ്യാതെ ഖുർആൻ ഓതിയിട്ട് വലിയ ഖൈറൊന്നും ഉണ്ടാവില്ല. അത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് തന്നെ റസൂല പഠിച്ചെന്താ, ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനെ ഇമാമാക്കണം എന്നാ. ഖുർആനെ ഇമാമാക്കണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളുടെയും നേതാവ്, നമ്മളുടെ എന്ത് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിൽ ഖുർആൻ ആണ് ഇമാമാക്കേണ്ടത്. റസൂല പറയാൻ മൻ ജഅല ഖുർആന ഇമാമൻ, ആരെങ്കിലും ഖുർആനെ ഇമാമാക്കിയാൽ, ജീവിതത്തിന്റെ വഴികാട്ടിയായി ഖുർആനെ നിശ്ചയിച്ചാൽ, ഖാദഹു ഇലൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് നയിക്കും. വമൻ ജഅലഹു ഖൽഫഹു, ഖുർആൻ ആരെങ്കിലും പിന്നിലേക്ക് മാറ്റി വെച്ചാൽ, സാഖഹു ഇലൻ നാർ, നരകത്തിലേക്ക് അവനെ നയിക്കും. ഇത് മുത്ത് റസൂലിന്റെ തങ്ക നാവുകൾ കൊണ്ട് റസൂൽ ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് ഖുർആൻ ഇമാമാക്കി നിശ്ചയിച്ചുകൊണ്ടും ഖുർആനിൽ നിന്ന് ജീവിതം പകർത്തിക്കൊണ്ടും അള്ളാഹിന്റെ ഖുർആനിൽ നിന്ന് ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ട്, ഖുർആൻ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ ഉൾപ്പെട്ടുകൊണ്ട് പരമാവധി അള്ളാഹുവിന്റെ സൽക്കാരം, വിരുന്ന് സൽക്കാരം ഉണ്ട്. അവസാനം മടുപ്പ് വരുവോളം ഉണ്ട്. അവസാനത്തെ യാത്ര അള്ളാഹുവിന്റെ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് ഭൂതലം വിട്ടുപിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുഅ്മിനീന വഹദ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസികും സഅനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് എല്ലാവരും പ്രയാസപ്പെടുന്ന രംഗം നമുക്കറിയാം. മഹ്ശറ അല്ലെ? മഹ്ശറ നാളിൽ നിങ്ങൾ ഖുർആൻ പഠിക്കുകയും ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നിട്ടാണ് നിങ്ങൾ നോമ്പനുഷ്ഠിച്ചെങ്കിൽ, രണ്ട് നിബന്ധന ഞാൻ പറഞ്ഞത്. ഒന്ന്, ഖുർആൻ പറഞ്ഞതനുസരിച്ച് നോമ്പനുഷ്ഠിക്കുക, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക, ഖുർആൻ പഠിക്കുക, അള്ളാന്റെ കത്ത് വായിച്ചു നോക്കുക, ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടോ അർത്ഥസഹിതം മനസ്സിലാക്കിയിട്ട്. അതിപ്പോ ഒരു ഉസ്താദിന്റെ നിന്ന് പഠിച്ചോളം നിർബന്ധമില്ല. ഇപ്പൊ പഠിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുള്ള കാലമാണ് അല്ലെ? ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഉള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. അല്ലാണ്ട് പല ജാതി പിശാചുക്കളും ഉണ്ടാവും നാട്ടിൽ. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നല്ല നിലക്ക് പഠിക്കുന്ന ആളുകളെ നശിപ്പിക്കുന്ന കുറെ പിശാചുക്കളുണ്ട്. കുറെ പിശാചുക്കൾ, അത് ആണിലുമുണ്ട് പെണ്ണിലുമുണ്ട്. എത്രയോ ആളുകൾ ആ പിശാചുക്കളുടെ ദുർബന്ധത്തിൽപ്പെട്ട് ഖുർആൻ അകന്നു പോയവരുണ്ട് അല്ലേ? ഞാനൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ആരും സഹായിക്കാനില്ല. ആര്? പരലോകത്തിന്. ബാപ്പ ഉണ്ടാവില്ല, ഉമ്മ ഉണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, മക്കളുണ്ടാവില്ല. എല്ലാം നമ്മളെ കാണുമ്പോൾ ഓടുന്ന ഒരു രംഗം ഖുർആൻ പറയുന്നുണ്ടല്ലേ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി. ഭാര്യ, മക്കള്, ഉപ്പാവും എല്ലാവരും ഓടി അകലും നമ്മളെ കാണുമ്പോൾ. കാരണം നമ്മൾ നരകത്തിലേക്ക് ഇവരെ നമ്മളെ കാണുമ്പോഴേ ഓല് നമ്മൾ സ്വർഗത്ത് പോവാണെങ്കിൽ ഓല് നമ്മളെ സ്വർഗത്തിന് തടസ്സാവുക വെച്ചിട്ടേ ഓടി അകലും എല്ലാവരും പരസ്പരം. എന്നാൽ ആ സമയത്ത് പരലോകത്ത് അസ്സിയാമു വൽ ഖുർആൻ, നോമ്പും ഖുർആൻ പഠനവും യശ്ഫആൻ, റബ്ബിന്റെ മുമ്പിൽ ശുപാർശക്കെത്തും. വല്ലാത്ത വാക്കാണ്. ഖുർആനും അള്ളാഹുവിന് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ച നോമ്പുകാരനും രണ്ടും വന്ന് അള്ളാഹുവിനോട് ശുപാർശ പറയും. എന്താ പറയാ? ഖുർആൻ എന്താ പറയാ? അള്ളാഹുവേ, നിന്റെ ഖുർആൻ പഠിക്കാൻ വേണ്ടി രാത്രി ഉറക്കമൊഴിച്ച് പകലിൽ കുടുംബത്തെ പോറ്റി അധ്വാനിച്ച് കഷ്ടപ്പെട്ട ആളുകൾ നിന്റെ കലാം, നീ അയച്ച കത്ത് വായിച്ചു പഠിക്കാൻ വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് അതിന്റെ പ്രതിഫലം നിശ്ചയിച്ചുകൊണ്ട് അള്ളാഹുവെ അവരെ നീ രക്ഷപ്പെടുത്തണം, അവർക്ക് നീ നരകത്തു നിന്ന് മോചനം നൽകണം എന്നാര് പറയുന്നു? ഖുർആനെ, നമ്മൾ പഠിച്ച ഖുർആൻ കേട്ടോ. ഗൗരവത്തോടുകൂടിയും ചിന്തയോടും കൂടി ഈ വാക്കുകൾ കേൾക്കുക കേട്ടോ. നോമ്പ് പറയുന്നു, അള്ളാഹുവെ എല്ലാ വികാരങ്ങളും എല്ലാ വിചാരങ്ങളും അടക്കി വെച്ച് പകലന്തിയോളം ഭക്ഷണപാനീയങ്ങൾ അള്ളാഹുവെ നിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയ ഇവരുടെ പ്രതിഫലം വെച്ചുകൊണ്ട് ഇവരെ നരകത്തിന് രക്ഷപ്പെടുത്തണം എന്നാര് പറയും? നോമ്പ് ഒരു ശുപാർശ, പിന്നെയോ ഖുർആൻ ഒരു ശുപാർശ. എന്നാലോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാൻ ഫയശ്ഫഅനി, രണ്ടുപേരുടെയും ശുപാർശ അള്ളാഹ് സ്വീകരിക്കും. അള്ളാഹു ആ ശുപാർശ സ്വീകരിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. വല്ലാത്ത ഹദീസാണ് അല്ലേ?
ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും. എന്നാലോ പിശാച് എന്താ പറയാലോ, ഖുർആൻ പഠിക്കാനല്ല, ഭയങ്കര പ്രയാസം. അത് ഭയങ്കര പ്രയാസം. എങ്ങനെയെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഭയങ്കര പ്രയാസം, അങ്ങനെ പഠിക്കാൻ കഴിയില്ല. അള്ളാഹ് പറയുന്നു വലഖദ് യസ്സർനൽ ഖുർആൻ ലിദ്ദിക്ർ, പഠിക്കാൻ വേണ്ടി നാം എളുപ്പാക്കിയെന്ന്. നമ്മൾ പറയുന്നു കഴിയൂല, എളുപ്പാക്കിയിട്ടില്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അല്ലേ. പഠിക്കണം. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചോളി, അല്ലാഹുമ്മ അല്ലിംനൽ ഖുർആന യാ റബ്ബൽ ആലമീൻ. എന്താ പ്രാർത്ഥിച്ച അറിയോ? അല്ലാഹുവേ അല്ലിംന, ഞങ്ങളെ നീ പഠിപ്പിക്കണേ, അൽ ഖുർആന, ഖുർആനെ, യാ റബ്ബൽ ആലമീൻ. ഒന്ന് പറഞ്ഞു നോക്കി, ചിലപ്പോൾ അള്ളാഹ് കേട്ടാളും. അല്ലാഹുമ്മ അല്ലിംനൽ ഖുർആന യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അല്ലിംനൽ ഖുർആന യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അല്ലിംനൽ ഖുർആന യാ റബ്ബൽ ആലമീൻ. ഒരാളുടെ ചുണ്ടനക്കിയിട്ട് അത് അള്ളാഹ് കേട്ടാൽ അയാൾക്ക് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഖുർആൻ കൊടുക്കും. അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, അള്ളാഹു പരലോകത്ത് ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, മതവിഷയത്തിൽ അയാൾക്ക് അറിവ് കൊടുക്കും. ഉണ്ടോ? അറിവ് അവിടെ കൊടുക്കുക. ദുനിയാവിലൊക്കെ നമുക്ക് എന്ത് നേടിയാലും ഇട്ടറിഞ്ഞാൽ പോകണം അല്ലേ. എനിക്ക് തോന്നുന്നൊരു ഒരു ആര് മരിച്ചാൽ, എത്ര ആളോട് മരിച്ചു അല്ലേ, ആരൊക്കെ മരിച്ചു, എത്ര ഭരണാധികാരികൾ മരിച്ചു അല്ലേ, ഇന്ത്യന്റെ ഭരണാധികാരികൾ എത്ര മരിച്ചു അല്ലേ. വലിയ വലിയ സമ്പത്തുള്ള കാറൂൻ മരിച്ചില്ലേ, നമ്രൂദ് പോയില്ലേ. ഒരു അറബി കവി ചോദിച്ചില്ല, അയിന നമ്രൂദു വകൻആനു വമൻ മലക്കൽ അർള വവല്ലാ വഅസൽ. രാജ്യം മുഴുവൻ അടക്കി ഭരിച്ച നമ്രൂദും ഫിറൗനയും കാറൂനും ഒക്കെ എവിടെ? എല്ലാം അസൽ നീക്കം ചെയ്തു. ഒരാൾ പോലും, നമ്മളിപ്പോ അവരെ പറയുന്നതുകൊണ്ടാ നമുക്കൊരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രമാണ് അവരെ അനുസ്മരിക്കുന്നത്, അല്ലാണ്ട് അവരുടെ ഗുണം പറയാനല്ല. അതിനെ നമ്രൂദ് എവിടെ? കനാൻ ഓ ഫിറൗൻ കുല്ലൻ അസൽ, എല്ലാവരും നീങ്ങിപ്പോയി അല്ലെ. ഇനിയിപ്പോ നമ്മളെ കാലഘട്ടത്തിൽ നോക്കേണ്ടി വലിയ വലിയ പണക്കാരായ അല്ലെ പണ്ഡിതന്മാരായ എത്ര ആളുകൾ പോയി. കേരള നദുത്തുൽ മുജാഹിദീന് നേതൃത്വം കൊടുത്തിയ പണ്ഡിതന്മാരെത്ര, എല്ലാവരും പോയി. ആരെങ്കിലും ഒരു നേരമെങ്കിലും ഓർക്കാറുണ്ടോ? ഇല്ല. സങ്കടത്തോട്ടാൻ പറഞ്ഞ ഓർക്കാറില്ല. നേരെ മറിച്ച് നമ്മൾക്ക് ആ സ്നേഹം ഉണ്ടായതെങ്കിൽ നമ്മൾ പറയുമായിരുന്നു അല്ലെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഏതായിരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കാൻ വേണ്ടി രാജ്യത്ത് കഷ്ടപ്പെട്ട യാത്രയായ മുഴുവൻ പണ്ഡിതന്മാർക്കും അല്ലാഹു പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമുക്ക് നല്ല മനസ്സിന്റെ ഉടമസ്ഥന്മാരാണ്. പ്രാർത്ഥന അല്ലാഹു ഉടനടി കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനേക്ക് അടുക്കുക കേട്ടോ. എന്തായിരുന്നാലും ഞാൻ പറയുന്നത്, നിങ്ങൾ ഇമാമാക്കി നിശ്ചയിക്കണം. ആരെ? ഖുർആനെ. ഖൽഫാക്കിയാലോ സാഖൗയിലന്നാർ, നരകത്തിലേക്ക് നയിക്കപ്പെടും. ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു അഅറാബി കൊണ്ട് പറഞ്ഞു, ഔസിനി, എനിക്കൊരു വസിയത്ത് വേണം. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇത്തഖിദ് കിതാബില്ലാഹി ഇമാമ, ഇത്തഖിദ് കിതാബല്ലാഹി ഇമാമ, അള്ളാന്റെ ഖുർആനെ നീ നിന്റെ ഇമാമാക്കി വെക്ക്. വറല്ല ബിഹി ഹക്കമൻ, ആ ഖുർആനിലെ വിധികൾ നീ തൃപ്തിക്കൊടു, ആ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ നീ തൃപ്തിപ്പെടും. മനസ്സിലായോ? ആശയം മനസ്സിലായല്ലേ? അപ്പോൾ ആ നിലക്ക് നീ ചെയ്യാൻ കഴിയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെന്താ വെച്ചാൽ, ഇപ്പം നമ്മളൊക്കെ എന്താ പറയണ്ടേ, എങ്ങനെ തുടങ്ങാൻ തന്നെ ഇപ്പം വിഷമം കൊണ്ട് കഴിയുന്നില്ല. ഒരു രൂപ പലിശ മുതൽ ജീവിതത്തിൽ വന്നാൽ അത് ഉപയോഗിച്ചാൽ സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കുന്നവനെ പോലെ. ഒരു ഉറുപ്യ. എത്ര ആളുകളാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നില്ലേ? എന്താ പറയുന്നത്? കച്ചവടത്തിന് മൂല്യം അതൊക്കെ വേണ്ടി വരും അല്ലേ? അള്ളാന്റെ കച്ചവടത്തിന് വേണ്ട. ഒരു ഉറുപ്യ നീ പലിശ മുതൽ ഉപയോഗിച്ചാൽ, ഹറാമായത് ഉപയോഗിച്ചാൽ, നീ നിന്റെ ഉമ്മനെ, സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കുമോ? എത്ര വൃത്തികെട്ട മനുഷ്യനായിട്ട് നമ്മൾ പറയല്ലേ? അപ്പൊ ഈ ഒരു ഉറുപ്യ പലിശ കൊടുത്തോനോ വാങ്ങിയോനോ, കൊടുത്തോനും വാങ്ങിയോനോ ആരെ? അമ്മനെ വ്യഭിചരിച്ചോനെ പോലെ. എന്നിട്ട് നോമ്പും നോക്കും, എന്നിട്ട് ഖുർആനും ഓതും, എന്നിട്ട് ഉംറക്കും പോകും, എന്നിട്ട് ഹജ്ജിനും പോകും. ചിലവന് ലോൺ എടുത്ത് ഉംറക്ക് പോകുന്നുണ്ട്. ഇപ്പം അറിയണ ഇതിൽ ലോൺ ഉണ്ട് പറഞ്ഞിട്ട് ഇല്ലേ? ഇല്ല. ഞാൻ മനസ്സിലാക്കിയ തെറ്റാണോ? ആ ഉണ്ട്, കണ്ടോ? ആരോ പറയുന്നുണ്ട്, ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പം ബാങ്ക് മാനേജർമാർ നമ്മളെ വിളിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ലോണ് വേണോ വെച്ചിട്ട്. ലോണ് വാങ്ങിയിട്ട് അവിടെ തൂക്കിക്കൊല്ലേ. എത്ര എണ്ണം തൂങ്ങി വെച്ചു അല്ലേ?
ഏതാട്ടെ റസൂലിനെ വിലക്കിയതാ. എന്നാലോ യായ്യോല്ലാമന് ഒറ്റ ആയത്താട്ടോ, ലാ തേക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായി നിങ്ങൾ മുതൽ തിന്നരുത്. ഒരാളുടെയും മുതൽ അന്യായമായി തിന്നാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഈ ആയത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന സഹോദരിമാർ, പെങ്ങന്മാർ, ഭാര്യമാർ, മക്കൾ, അവരുടെ അപ്പാനോട്, ഭർത്താവിനോട്, ആങ്ങളയോടൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്. അത്ഭുത. നമ്മളൊക്കെ ഭാര്യമാർ പറയുന്നതും നമ്മളെ പെങ്ങന്മാർ പറയുന്നതും ഒക്കെ നിങ്ങളെ മാറ്റിവെക്കുക. എന്നിട്ട് ഇതൊന്ന് കേട്ടോളി. എന്താ പറഞ്ഞ അറിയോ? ഇയ്യാക വ കസ്ബിൽ ഹറാം. ഹറാമായ ഒരു പൈസ ഈ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്. ആരാ പറഞ്ഞത്? ഭാര്യ ഭർത്താവിനോട്. ഹറാമായ ഒരു പലിശ മുതലോ അങ്ങനെ വഞ്ചിച്ചെടുത്തൊരു പൈസ നിങ്ങൾ ഇവിടെ കൊണ്ടുവരരുത്. ഇന്നാല നസ്ബിറു അലൽ ജൂഇ വല്ലുർ, ഞങ്ങൾ എത്ര കട്ടപ്പാടും ബുദ്ധിമുട്ടുകളും പൈതാഹവും പട്ടിണിയും സഹിച്ചോളാം. അത് ഇന്നത്തെ കാലത്തുള്ള സുഭിക്ഷ ജീവിതം നയിക്കുന്നവരല്ല. അത് അറബികളുടെ ഭാര്യമാര് സുഖം കിട്ടി എന്താണെന്ന് അറിഞ്ഞില്ല. അപ്പൊ നമ്മളെ വെല്ലിപ്പാരും വെല്ലിമാരും ഒന്നും സുഖം അറിഞ്ഞില്ല. അവരൊക്കെ മരിച്ചുപോയി. ഇന്നുള്ള സുഖം അറിഞ്ഞോ? നിങ്ങളെ കയ്യിലുള്ള മൊബൈലുകൾ വേണ്ടണോ? നിങ്ങളിപ്പോ പോകുന്ന പ്ലെയിനുകൾ വേണ്ടണോ? ഓലൊക്കെ അജ്ജിന് ഒരു കപ്പല്ലേ അല്ലേ? നമ്മളോ കണ്ണിന്റെ എണ്ണ വെട്ടി തുറക്കുമ്പോ ഒരു ജിദ്ദയിൽ ഇറങ്ങി അല്ലെ? ഓരോ 3-4 മാസം കപ്പലിൽ യാത്ര ചെയ്തിട്ട് കുടലെല്ലാം പുറത്തു കൂടെ ഛർദിച്ചിട്ടാണ് ഇവിടെ എത്തി. അത്രയും കട്ടപ്പാടാ. അങ്ങനെയുള്ള അവർ അജ്ജുനായത്. ഇന്നുള്ള പെണ്ണുങ്ങളെ മാതിരി ഇടക്കിടക്ക് ഉംറക്ക് പോകണമെന്നുണ്ടാവില്ല. കാരണം ഇപ്പൊ ഇവിടെ ഇടക്കിടക്ക് ഉംറ പോകാനാണ് ഒരു ബുദ്ധിമുട്ടില്ല. അത് കപ്പലിലാണ് പോണെങ്കിൽ ഉണ്ടല്ലോ, കൊന്നാ കയറൂലയില്. വേറൊന്നും വേണ്ട. തവാഫും മത്താഫിലുള്ള ഒന്നും വേണ്ട. ഒന്നൊക്കെ ഒഴിവാക്കും. കഴിയൂല. എത്ര ആരോഗ്യം വേണമെന്നറിയോ ഹജ്ജ് ചെയ്യണമെങ്കിൽ, ഉംറക്കൊക്കെ പോകണമെങ്കിൽ? അപ്പൊ അതൊന്നും വേണ്ട. വലിച്ചു കൊണ്ടുപോവുക. എന്തിനാ? കൂലിട്ടാന്നല്ല, പോണവർക്ക് കൂലിട്ടാനല്ല. മക്കൊന്ന് കാണാം, ക്യാബൊന്ന് കാണാം, പിന്നെ അമ്മക്കൊന്നും പ്ലെയിനിലും കയറാം. അതിൽ കൂടുതൽ വലിയ ലാഭം ഉണ്ടാവുമെന്ന് നിങ്ങൾ പോയാൽ ചിന്തിക്കുക. അതിൽ കൂടുതൽ എന്താ കിട്ടിയത്? പിന്നെ ചിലവര് പറയാ, ഞാൻ ഇവിടെ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ തിരിയുണ്ട്. എന്തിനാ തിരി? എനിക്കറിയില്ല. ഓനറിയില്ല. അതല്ലേ അലിയുള്ളാന്ന് പറഞ്ഞത്, ലാ ഖൈറ ഫീ ഇബാദ, ഇബാദത്തിലൊരു ഖൈറുമില്ല. ലാ ഫിഖ്, അതിന്റെ അറിവില്ലാണ്ട് ചെയ്ത ഒരു കാര്യമില്ല കേട്ടോ. അറിവാണ് ആദ്യം വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന സഹോദരിമാർ പറയുന്നു, എത്ര വേണമെങ്കിലും സഹിച്ചോളാം. എന്നാലോ ലാ നസ്ബിറു അലന്നാർ, നരകം സഹിക്കാൻ കഴിയട്ടോ. ഭർത്താവിനോട് പറയാ, ഞങ്ങൾക്ക് നരകം സഹിക്കാൻ കഴിയില്ല, പട്ടിണിയും പരിവട്ടവും എത്ര വേണമെങ്കിലും കിടന്നോളാം. ഇവിടത്തേക്ക് ഒരു ഹറാമായ ഒരു മുതൽ കൊണ്ടരുത്. നിങ്ങളോട് പറയോ നിങ്ങളെ ഭാര്യ? നിങ്ങൾ കട്ടാൽ വേണ്ട, കമർന്നാൽ വേണ്ട, എനിക്ക് സാരി വേണം. നിന്റെ എളാമന്റെ അവിടെ ഔസ്വാമിന് കട്ടിൽ കൊടുക്കണം. നിങ്ങൾ കട്ടാൽ വേണ്ട, കമർന്നാൽ വേണ്ട എന്നാണ് നമ്മളെ പെണ്ണുങ്ങൾ പറയുന്നത്. അന്നത്തോ എന്താ കാരണം? ഖുർആൻ പഠിച്ചു അല്ലേ? അതാ കാരണം. അപ്പൊ അതുകൊണ്ട് ഖുർആൻ പഠിച്ച് ഇബാദത്ത് ചെയ്യുക. അങ്ങനെ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ നാളെ റസൂലുള്ള പറയും, യാ റബ്ബി ഖൗമി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അള്ളാഹുവേ, എന്റെ ഈ ഉമ്മത്ത് ഖുർആനെ പിറകോട്ട് വലിച്ചെറിഞ്ഞ കൗമാണ് നരകത്തിലേക്ക് പോകുന്നത്. റസൂലുള്ള ചൂണ്ടിക്കാണിച്ച് അള്ളാഹിനോട് പരാതി പറയും. അത്തരം നിർഭാഗ്യവാന്മാരിൽ പെടാതെ വിശുദ്ധ ഖുർആൻ പഠിച്ച് ജീവിതത്തിൽ പാർത്തി പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ ദാസന്മാരായി ഭൂമിയിൽ നിന്ന് വിട പറയാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖും അനുഗ്രഹവും നൽകുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും ആർക്കും ബാധ്യതയില്ലാതെ ഭൂമിയിൽ നിന്ന് വിട പറയാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളും ബന്ധുക്കളും മക്കളുമൊക്കെ വെറുക്കുന്ന തരത്തിൽ ഭൂമിക്കൊരു ഭാരമായി ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് അള്ളാഹു തൃപ്തിപ്പെടുന്ന ഖുർആൻ പാരായണവും ദിക്റുകളും ഇബാദത്തുകളും നോമ്പും ഹജ്ജും ഉംറയും എല്ലാം അള്ളാഹു തൃപ്തിപ്പെടുന്ന വിധം നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഭർത്താവിനോട് ഭാര്യമാർ ചെയ്ത തെറ്റുകൾ, ഭാര്യമാർ ഭർത്താക്കന്മാരോട് ചെയ്ത തെറ്റുകൾ ഈ പരിശുദ്ധ റമദാനിൽ മുഖാമുഖം നോക്കി മാപ്പ് ചോദിച്ച് പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് എന്തെല്ലാം തെറ്റുകളും കുറ്റങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ കുടുംബജീവിതത്തിലുണ്ടെങ്കിലും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ടവരായി നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഭാര്യാഭർത്താക്കന്മാരായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മുടെയും എല്ലാവരുടെയും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ മക്കളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രോഗത്തിൽ കഴിയുന്ന കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ കച്ചവടത്തിലും വ്യവഹാരങ്ങളിലും നമ്മുടെ നിത്യജീവിതത്തിലും അള്ളാഹു ബർക്കത്ത് നൽകിയവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت سميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.